നല്ല ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ തേങ്ങയുടെ അളവ് കൂടുതലായാലും കുഴപ്പമില്ല. പക്ഷേ ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ തേങ്ങയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടുള്ളൊരു കെരാറ്റിൻ പാക്കാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. വീട്ടിലുള്ളതും നമ്മുടെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വച്ചിട്ട് എല്ലാവർക്കും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കെരാറ്റിൻ പാക്കാണേ. നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻസിന് പോകുന്നതിന് മുമ്പ്, അതായത് തലേ ദിവസം ഈ പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചറിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും, അതിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂണ് ഞാൻ ഇപ്പം കാണിച്ച ആ സ്പൂണിൽ 2 സ്പൂൺ ഉഴുന്ന് ഞാൻ തലേ ദിവസമേ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇത് ഇട്ടപ്പോൾ തന്നെ നല്ല കഴുകിയിട്ട് ആണ് ഇട്ടിട്ടുള്ളത്. അത് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് വേണം നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടേ. അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു തവി അളവിൽ ചോറാണ് കേട്ടോ. ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള 2 വെണ്ടയ്ക്കയാണ്. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയിൽ പുഴുവൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉഴുന്ന് തന്നെയാണ് കേട്ടോ. അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് വേണ്ടത് നമ്മൾ ചോറെടുത്ത തവിയിൽ തന്നെ കുറച്ച് തേങ്ങയാണ് കേട്ടോ. നമ്മുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ച് നമുക്ക് തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് നമുക്കതിലേക്ക് വെണ്ടയ്ക്കയ്ക്ക് പകരമായിട്ട് നമുക്ക് മുട്ടയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിലവർക്ക് മുട്ടയുടെ സ്മെല്ല് കാരണം അത് തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ തോന്നും. അതുകൊണ്ട് മുട്ട സ്കിപ്പ് ചെയ്യുന്നവർക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ വെണ്ടയ്ക്കാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ വെണ്ടയ്ക്ക അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് മുട്ടയുടെ വെള്ളം ആഡ് ചെയ്ത് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് തലയിൽ. അപ്പോൾ നമ്മളിതെല്ലാം നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടേ. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഹെയർ ഓയിൽ ചെയ്തിരിക്കണം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഹെയർ ഓയിലിംഗ് മസ്റ്റാണ്. വെണ്ടയ്ക്കയ്ക്ക് പകരം മുട്ടയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളെല്ലാം അരച്ചെടുത്തതിന് ശേഷം മുട്ടയുടെ വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ വെണ്ടയ്ക്ക ആണെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം കട്ട് ചെയ്ത് അരച്ചെടുക്കാവുന്നതാണേ. തീരെ ഉള്ളില്ലാത്ത മുടിയുള്ളവർക്കാണെങ്കിൽ ഇത് നല്ല ഉള്ളു തോന്നിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ പാക്കാണ്. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും നമ്മുടെ സ്കാൽപ്പിൻ്റെ നല്ല ആരോഗ്യത്തിനും അതുപോലെ തന്നെ താരൻ മാറാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. നമ്മുടെ മുടി ഉള്ളു തോന്നിക്കാൻ, അതുപോലെ തന്നെ മുടിയെ നല്ല സ്ട്രെയിറ്റ് ആക്കാനും അതുപോലെ നല്ല ഒരു തിളക്കം കിട്ടാനും ഈ പാക്ക് ഹെൽപ്പ് ചെയ്യുവേ. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ല എങ്കിൽ നമ്മുടെ മുടിയിലാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പിന്നീട് അത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം സ്കാൽപ്പിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്ത് താഴേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ മുടി വാഷ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ പെട്ടെന്ന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉടനെ തന്നെ അത് കൈ കൊണ്ട് മസാജ് ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് ഊരിപ്പോകും കേട്ടോ. കാരണം നമ്മുടെ ഉഴുന്നും വെണ്ടയ്ക്ക് ഒരു വിഴുവിഴുപ്പുള്ള ഐറ്റമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഊരിപ്പോകാൻ വേണ്ടിയിട്ട് കാരണമായേക്കും. അതുകൊണ്ട് ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കഴുകി കളയാവുന്നതാണ്. നമ്മൾ ഫങ്ഷൻസിനൊക്കെ പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഈ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഫംഗ്ഷൻ്റെ അന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ഇത് കഴുകി കളഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ മുടി ഉണങ്ങിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഓയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ മുടി അധികം പാറിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ ഹെയർ കെയർ ടിപ്പായിട്ടാണ്. അതുവരേക്കും ബൈ ബൈ.